വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാക്യങ്ങളിൽ നാം അഭിമുഖീകരിക്കുന്ന പുതിയ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള 4 വെല്ലുവിളികൾ അഥവാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ഉത്തരവാദിത്തങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അഥവാ 2 വെല്ലുവിളികളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പരിശോധിക്കുകയുണ്ടായി. ഒന്നാമത്തേത് നാം അവൻ്റെ വചനം പ്രമാണിക്കണം എന്നുള്ളതും, രണ്ടാമത്തേത് കർത്താവിൻ്റെ വരവ് വരെ വിശ്വസ്തയോടെ നാം അവൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കണം എന്നുമുള്ളതാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് ഇനി 2 ഉത്തരവാദിത്തങ്ങൾ കൂടി പരിശോധിക്കാനുണ്ടല്ലോ. അവ രണ്ടും പരിശോധിക്കാം. അതിലൊന്നാമത്തേത് നാം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതും, അവസാനമായിട്ട് 4-ാമത്തേത് നാം കർത്താവിൻ്റെ വരവിനായിട്ട് ക്ഷമയോടെ നോക്കി പാർക്കണം എന്നുമുള്ളതാണ്. ഇത് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. വി മസ്റ്റ് കീപ്പ് അവർ ലൈഫ്സ് ക്ലീൻ. ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വചനം പ്രമാണിച്ച് അവൻ്റെ വേല ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഈ ക്ലാസ്സിൽ ആദ്യം നമുക്ക് പരിശോധിക്കാം. അതിനാധാരം 22-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. വാക്യങ്ങൾ വായിച്ചതിന് ശേഷം നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ഈ വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഈ വാക്യങ്ങളിൽ ഒരു താരതമ്യം നമുക്ക് കാണാൻ സാധിക്കും ശ്രദ്ധിച്ച് വായിച്ചിരുന്നെങ്കിൽ. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളത് തൻ്റെ വസ്ത്രം അലക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചല്ലോ. വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി പുത്തൻ യെരുശലേമിൽ കടക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നവരുമായ ഒരു കൂട്ടം ആളുകൾ. അതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവൻ്റെ വചനം തിരസ്കരിച്ച് പുത്തൻ യെരുശലേമിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ. നാം ഇവിടെ വായിച്ച 15-ാം വാക്യത്തിൽ നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, അതിനെ പ്രവർത്തിക്കുന്ന ഏവനും പുറത്തു തന്നെ എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്താകുന്ന ഒരു കൂട്ടം ആളുകളും അകത്ത് പ്രവേശിക്കുന്ന ഒരു കൂട്ടം ആളുകളും കണ്ടല്ലോ. ഒരു താരതമ്യം നമുക്ക് അവിടെ കിട്ടുന്നു. ആ താരതമ്യത്തിൽ കാണുന്നത് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവവൃക്ഷത്തിൽ അധികാരം പ്രാപിച്ച് ഗോപുരങ്ങളിൽ കൂടി അകത്ത് പുത്തൻ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നവർ, അവൻ്റെ വചനത്തെ തിരസ്കരിച്ച് യെരുശലേമിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ. ഈ പുറത്താക്കപ്പെട്ടവരെക്കുറിച്ച് ഇവിടെ ആദ്യം പറയുകയല്ല. 21-ാം അധ്യായം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും 27-ാം വാക്യത്തിലും ഈ കാര്യം ആവർത്തിച്ചിരുന്നു. 21-ന്റെ 8 വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ഈ വാക്യം 21-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചപ്പോൾ ഓരോ ആളുകളെക്കുറിച്ചും നാം വിശദീകരിച്ചതായതുകൊണ്ട് ഇപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ടില്ല. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ 15-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം ഓർത്താൽ മതി. 21-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യവും കൂടെ വായിക്കുകയാണെങ്കിൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പം അതിൽ കടക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചും, അതായത് പുതിയ യെരുശലേമിൽ കടക്കുന്നവരെക്കുറിച്ചും കടക്കാത്തവരെക്കുറിച്ചുമുള്ള ഒരു താരതമ്യം ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാദ്യം ഓർക്കുക. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ അഥവാ അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളാണോ? അല്ല, ഒരിക്കലും ഒരു പ്രത്യേക വിഭാഗം ആളുകളല്ല. ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരായ ഒരു സ്പിരിച്വൽ എലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയമായിട്ടുള്ള ഉന്നത സ്ഥാനീയരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളല്ല ഈ അവസ്ഥയിലേക്ക് വരുന്നത്. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ, ജയിക്കുന്നവർ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ ഒരുപോലെ തുല്യമാണല്ലേ. പ്രമാണിക്കുന്നവർ, ജയിക്കുന്നവർ. അതിനകത്ത് എല്ലാ ദൈവമക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്, എല്ലാ വിശ്വാസികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ, ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അല്ല, ഒരു ലൈറ്റ്
കാരണം എപ്പോഴും നമുക്ക് ഇതിനകത്തൊക്കെ ഒരു ക്രീം, ഒരു എലൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ വചനം അങ്ങനെ ആരെയും വകതിരിക്കുന്നില്ല. എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും ഒരുപോലെയാണ്. വ്യത്യസ്തമായിട്ടുള്ള ദൗത്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ദൈവത്തിൻ്റെ ദാസനും ശ്രേഷ്ഠദാസനും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട്, അതിശ്രേഷ്ഠദാസൻ എന്നൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ചിലരൊക്കെ ശ്രേഷ്ഠന്മാരാണെന്നും ചിലരൊക്കെ മോശക്കാരാണെന്നും ഒക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ ആരാണ് ഈ വചനമൊക്കെ പ്രമാണിച്ച് അകത്ത് കിടക്കുന്നത്? ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നവർ മാത്രമാണോ? അല്ല, ഏത് വിശ്വാസിക്കും, എല്ലാ ദൈവമക്കൾക്കും. അങ്ങനെയാണല്ലോ പ്രയോഗം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ, അങ്ങനല്ലേ? ജയിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എനിവൺ ഹൂ ഓവർകംസ്, ജയിക്കുന്ന ഏതൊരാളും. അപ്പോൾ ഏതൊരാൾക്കും, എല്ലാ ദൈവമക്കൾക്കും, എല്ലാ വിശ്വാസികൾക്കും ഈ അവസ്ഥയിലേക്ക് എത്താനായിട്ട് കഴിയും. വിശുദ്ധനാകുവാൻ, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ, ജയാളികളാകുവാൻ കഴിയും. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവവചനം അനുസരിക്കാൻ തൽപരരായിരിക്കും. യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരാൾ ഈ വചനത്തെ ചോദ്യം ചെയ്യുകയല്ല, വചനത്തിൽ നിന്ന് ഒഴികഴിവുകൾ, ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ അങ്ങനെയാണ് ആളുകൾ, നമുക്ക് ആ വചനം അനുസരിക്കാതിരിക്കാൻ എവിടെയെങ്കിലും വകുപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. എന്നാൽ യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആൾ ദൈവവചനം ആർത്തിയോടെ ഭക്ഷിക്കുകയും അത് മുഴുവൻ അനുസരിക്കാനായിട്ടുള്ളതാണ്, അതൊന്നും വിട്ടുകളയാനുള്ളതല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള വഴി. അനുസരണം വഴിയാണ് വിശുദ്ധീകരണം തികയുന്നത്. എങ്ങനെ വിശുദ്ധി തികയുന്നത്? നമ്മൾ പുറമേ ശാരീരികമായിട്ട് വസ്ത്രം ധരിക്കുന്നതിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കഴിക്കാതിരിക്കുന്നതിലോ ചിലയിടത്ത് പോകാതിരിക്കുന്നതിലോ മാത്രമല്ല വിശുദ്ധി ഉണ്ടാകുന്നത്. അങ്ങനെയല്ല വിശുദ്ധി തികയുന്നത്. വിശുദ്ധി തികയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണം കൊണ്ടാണ്. ഞാൻ വായിപ്പിക്കട്ടെ. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ കേൾക്കുക. 1 Peter chapter 1:14 and 15. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. നമുക്ക് വാക്യങ്ങൾ വായിക്കാം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നു. ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി, അങ്ങനെയാണ് വിശുദ്ധരാകുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. നമുക്ക് വിശുദ്ധി പ്രാപിക്കുവാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാ നടപ്പിലും എങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആഹാര നിയമങ്ങളുണ്ട്, വസ്ത്രധാരണ നിയമങ്ങളുണ്ട്. ഇന്നത്തൊക്കെ ആളുകൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. എങ്ങനെയും വസ്ത്രം ധരിക്കാം, അല്ലേ? എങ്ങനെയും ആഹാരം കഴിക്കാം. ജീവിക്കുന്നത് തന്നെ ആഹാരം കഴിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അടിച്ച് പൊളിച്ച് കഴിക്കുക, അടിച്ച് പൊളിച്ച് വസ്ത്രം ധരിക്കുക, അങ്ങനല്ല. അതിനെല്ലാം വ്യക്തമായ കൃത്യമായ നിയമങ്ങൾ, ബന്ധങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നിയമമുണ്ട്. ആരുമായിട്ടും ഏതുമായിട്ടും ബന്ധം പാടില്ല, ഇണയെല്ലാപ്പിണ കൂടാൻ പാടില്ല, ഇതെല്ലാം വചനത്തിലുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ മാനദണ്ഡങ്ങൾ, വ്യക്തമായ ടീച്ചിങ്സ് വേദപുസ്തകത്തിലുണ്ട്. അത് ദൈവം തന്നെ തന്നതാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അതനുസരിക്കുമ്പോഴാണ് എല്ലാ നടപ്പിലും അനുസരണം. ഇഷ്ടമുള്ള കാര്യങ്ങളിലല്ല. ആ വാക്കൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ നടപ്പിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും എങ്ങനെയാണ് നാം പെരുമാറേണ്ടത്, എങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുവഴി മാത്രമേ വിശുദ്ധി. കാരണം വിശുദ്ധനായ ഒരു ദൈവമാണ് ഈ വിശുദ്ധ നിയമങ്ങൾ നമുക്ക് തന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളത് ന്യായപ്രമാണമാണെന്ന് പറയുമായിരിക്കും. പക്ഷെ ന്യായപ്രമാണം വിശുദ്ധമാണ്, ന്യായപ്രമാണം ആത്മീയമാണ്, അല്ലേ? ന്യായപ്രമാണം നീതിയാണ്. അത് റോമാലേഖനം 7-ാം അധ്യായം വായിച്ചു നോക്കുക. വിശുദ്ധനായ ഒരു ദൈവം തന്ന നിയമങ്ങൾ വിശുദ്ധമാണ്. നീതിമാനായ ദൈവം തന്നതെല്ലാം നീതിയാണ്. പക്ഷെ അത് നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നില്ല. രക്ഷകർത്താവായ യേശുക്രിസ്തു വഴിയാണ് വന്നത്. അവൻ്റെ അടുത്തേക്ക് ഈ ന്യായപ്രമാണം നമ്മളെ നയിച്ചു. പക്ഷേ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ആചരിക്കേണ്ടതായിട്ടുള്ള എല്ലാ നിയമങ്ങളും ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നടപ്പിലും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഇത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതനുസരിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത് നമ്മുടെ വെല്ലുവിളി എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. അവൻ്റെ വചനം കൃത്യമായി പ്രമാണിക്കണം, അവനെ തന്നെ നാം സേവിക്കണം. അങ്ങനെയാണെങ്കിൽ
അവൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഓർക്കുക. എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമുക്കും വിശുദ്ധരായി ജീവിക്കണം. അല്ലാതെ ശുശ്രൂഷയൊക്കെ കൂടി കഴിയുമ്പോൾ എങ്ങനെയും ജീവിക്കാം, എന്തുമാകാം എന്ന് വിചാരിക്കരുത്. ചില ആളുകൾക്കൊക്കെ എന്തുമാകാം, ഇല്ലേ? സഭയിൽ ആധിപത്യത്തിലേക്കും ഭരണത്തിലേക്കും ഒക്കെ ഉയരുന്ന ആളുകൾക്ക് എന്തുമാകാം എന്നൊരു ചിന്തയില്ലേ? അപ്പോൾ അവർ നിയമത്തിന് എബാവ് ആവുകയാണെങ്കിൽ ഇല്ല, അങ്ങനെയുള്ളവരൊക്കെ പുറത്ത് തന്നെ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ പുറത്ത് തന്നെ എന്ന് ആവർത്തിച്ച് വന്നത് കണ്ടു കാണുമല്ലോ. അപ്പം അശുദ്ധമായത് പ്രവർത്തിക്കുന്നവർ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ. 15-ാം വാക്യം വേണമെങ്കിൽ ഒന്നുകൂടെ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വചനവിരുദ്ധമാണ്, അവരൊക്കെ പുറത്ത് തന്നെ. അതുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 16-ാം വാക്യം വായിക്കാം. 22-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന് ചില വിശേഷണ നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യേശുവിന് പല വിശേഷണ നാമങ്ങൾ ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. 19-ാം അധ്യായത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇതാ വീണ്ടും പുതിയ ചില വിശേഷണ നാമങ്ങൾ വരികയാണ്. അതും വളരെ പ്രസക്തമായതുകൊണ്ട്, നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നവയായതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. യേശുവിന് കൊടുത്തേക്കുന്ന നാമം എന്താണ്? ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും. ഇതിൽ നിന്ന് എന്താ ഗ്രഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വേര് എന്ന് പറയുന്നത് മണ്ണിനടിയിൽ ആണ്ട് കിടക്കുന്നതായതുകൊണ്ട് ആർക്കും അത് കാണാൻ കഴിയുകയില്ല. ശ്രദ്ധിക്കുക, ഒരു വൃക്ഷത്തിൻ്റെ വേരെന്ന് പറയുന്നത് നമ്മളാരും കാണുന്നില്ല. മണ്ണിന് മുകളിൽ നിൽക്കുന്ന വൃക്ഷത്തെ മാത്രമാണ് കാണുന്നത്. അത്രയും തന്നെ ഏതാണ്ട് വേരടിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അത് അപ്രത്യക്ഷമാണ്, മണ്ണിനടിയിലായിരിക്കുന്നത് കൊണ്ട് ആർക്കും വേര്, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ പ്രത്യേകതകൾ ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നക്ഷത്രം എന്ന് പറയുന്നത് ആകാശത്തിൽ ഉദിച്ചുയർന്ന് നിന്ന് ജ്വലിച്ച് പ്രകാശിക്കുന്നത് കൊണ്ട് സകലർക്കും കാണാനായിട്ട് കഴിയുന്നതുമാണ്. അപ്പോൾ കാണാൻ കഴിയാത്തൊരു കാര്യമുണ്ട്, കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വേര് ഹിഡൻ, കനോട്ട് സീ. എന്നാൽ നക്ഷത്രം ആകാശത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ട്, ഉദിച്ചുയർന്ന് നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ദൃശ്യ ഗോത്രമാണ് എന്ന് എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ദാവീദിൻ്റെ വേരും വംശവും എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഹൂദ പാരമ്പര്യവും ദേശബന്ധവും വ്യക്തമാകുകയാണ്. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. മനുഷ്യനായി തീർന്ന കർത്താവിന് രക്ഷ എവിടുന്നാണ് വന്നത്? യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ്. അവൻ ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കിടപ്പുണ്ട്. ആ ബന്ധം പക്ഷേ വളരെ ദൃശ്യഗോത്രമല്ല, നമുക്ക് കാണത്തക്ക തരത്തിലുള്ളതല്ല. കാരണം യേശു സകല മാനവജാതിയുടെയും രക്ഷകനാണ്. മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ എവിടുന്നെങ്കിലും ജനിക്കേണ്ടത് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യഹൂദനായി ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ഹിഡൻ, അത് അണ്ടർലൈങ് ആണ്. ശുഭ്രമായ ഉദയ നക്ഷത്രം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാർവലൗകിക പ്രാധാന്യതയാണ് വെളിപ്പെടുത്തുന്നത്. എല്ലാവർക്കും കാണത്തക്ക തരത്തിൽ ഉദിച്ചുയർന്ന് പ്രകാശിക്കുന്ന, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷമായിട്ടാണ് കർത്താവ് നിൽക്കുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് രക്ഷ വന്നതെങ്കിലും അത് യഹൂദന്മാർക്ക് മാത്രമുള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് അവരവനെ തള്ളിക്കളഞ്ഞത്, അല്ലേ? അപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനെ രക്ഷകനായിട്ട് ലഭിക്കത്തക്ക തരത്തിൽ അവൻ സാർവലൗകിക പ്രാധാന്യമുള്ളവനായിട്ട് നിൽക്കുകയാണ്. അത് മനസ്സിലായ യോഹന്നാന പറഞ്ഞ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിന് മുഴുവനുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞ ശമരിയ സ്ത്രീ അല്ലെങ്കിൽ ശമരിയാക്കാരാണ് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ യേശുവിനെ ലോകരക്ഷകൻ എന്നാദ്യം വിളിച്ചത്. ലോകരക്ഷകൻ, യഹൂദന്മാരുടെ രക്ഷകൻ മാത്രമല്ല, ലോകരക്ഷകൻ. അപ്പോൾ ദാവീദിൻ്റെ വേരും വംശവും എന്ന് പറയുന്നത് വേറെ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ താഴ്മയെ കാണിക്കുന്നു, യേശുവിൻ്റെ താഴ്മ. എന്നാൽ ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന് പറയുന്നത് യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ തേജസ് വെളിപ്പെടുത്തുന്നു. കിട്ടിയോ? അതായത് ദാവീദിൻ്റെ പേരെന്ന് പറയുമ്പോൾ മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നതാണെങ്കിൽ അവൻ എങ്ങനെയാണ് താഴ്മയുള്ളവനായി ദൈവമായിരിക്കെ, ദൈവരൂപത്തിലിരിക്കെ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഒളിച്ചിരുന്നത്, സാധാരണ ഒരു മനുഷ്യനെ പോലെ മാത്രം ഇരുന്നത് എന്നുള്ള യേശുവിൻ്റെ ആ താഴ്മയാണ്. അവൻ തന്നെത്താൻ താഴ്ത്തി എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. അത് യെശയ്യാവ് 53-ാം അധ്യായത്തിലും ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവൻ തന്നെത്താൻ താഴ്ത്തി. ആ താഴ്മയാണ് വേര് എന്ന് പറയുന്നത്.
എന്നാൽ പിതാവായ ദൈവം എന്ത് ചെയ്തു? അവനെ ഏറ്റവും ഉയർത്തി. അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവായ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അവനെ ഉയർത്തി ഒരു നക്ഷത്ര തുല്യമായിട്ട്, ശുഭ്രമായ ഉദയ നക്ഷത്രമായിട്ട് ഉദിച്ചുയർന്ന് ശോഭിച്ചു നിൽക്കുന്ന ആ നക്ഷത്രം യേശുവിൻ്റെ മഹത്വവും തേജസ്സും വെളിപ്പെടുത്തുന്നു. ദാവീദിൻ്റെ വേര് എന്ന നിലയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു ദാവീദിന് അസ്തിത്വം നൽകി എന്നുള്ളതും മറന്നു പോകരുത്. ദാവീദ് എന്ന് പറയുന്ന ആൾക്ക് അസ്തിത്വം നൽകിയത് ദാവീദിൻ്റെ വേരായിട്ട് യേശു തീർന്നത് കൊണ്ടാണ്. ദാവീദിൻ്റെ വംശം എന്ന നിലയ്ക്ക് ആണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പം ദാവീദിൻ്റെ വംശത്തിൽ ഒരു യഹൂദനായി ഈ ഭൂമിയിൽ ജനിച്ച് ഒരു മനുഷ്യാവതാരം ചെയ്ത് യേശുവിൻ്റെ മനുഷ്യത്വം നിലനിർത്തുന്നതിന് ദാവീദ് വഴി ശ്രമിച്ചതുകൊണ്ടാണ് ദാവീദിൻ്റെ പേരെന്ന് പറഞ്ഞത്. എന്നാൽ അതേസമയം തന്നെ ദൈവത്വം, ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരൊറ്റ ആൾ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? മനുഷ്യത്വവും ദൈവത്വവും ഒരുമിച്ച് ചേർന്ന് ഒരുപോലെ തന്നിൽ പ്രതിഫലിച്ച ഒരാൾ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് മറന്നു പോകരുത്. അത് ഓർപ്പിച്ചുകൊണ്ടാണ് 22-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ആ പേരുകൾ പറഞ്ഞിരിക്കുന്നത്. ആ 16-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ഈ ദാവീദിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇത് യഹൂദന്മാർക്ക് തന്നെ പിടികിട്ടാതിരുന്നത് യേശു തന്നെ ഒരിക്കൽ യഹൂദന്മാരോട് സംസാരിച്ചത് ഓർമ്മയുണ്ടോ? ദാവീദിൻ്റെ പുത്രൻ, എന്നാൽ ദാവീദ് കർത്താവ് എന്ന് വിളിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചാലോ? മത്തായി 22-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കർത്താവ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഒരു മറുപടിയും പറയാനായിട്ട് കഴിഞ്ഞില്ല എന്നും വായിക്കുന്നു. മത്തായി 22-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ചേരുന്നത് എങ്ങനെയാണെന്നുള്ളത് ബൗദ്ധികമായിട്ടുള്ള ഉത്തരം നൽകി ആർക്കും തെളിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചതിന് ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ ആരും പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു ദാവീദിൻ്റെ വേരും വംശവും അതേസമയം തന്നെ ഉദയ നക്ഷത്രവും ആകുന്നു. ഉദയ നക്ഷത്രം എന്ന് പറഞ്ഞപ്പോൾ നാം ഗ്രഹിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഉദയ നക്ഷത്രം ആ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പുതുപുലരി ഉദയം ചെയ്യുന്നതിനെ വിളിച്ചറിയിക്കുന്നു, അല്ലേ? ഉദയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പുലരി ഉദയം ചെയ്യുന്നു എന്നതിനെ വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സഭയായ മണവാട്ടിക്ക് ഒരു ഉദയ നക്ഷത്രമായിട്ടാണ് വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. എന്നാൽ അവൻ ന്യായം വിധിക്കാനിരിക്കുമ്പോൾ അവൻ നീതി സൂര്യനായിരിക്കും. മനസ്സിലായോ? അവൻ സഭയ്ക്ക്, മണവാട്ടി സഭയ്ക്ക് എങ്ങനെയായിരിക്കുന്നത്? ഉദയ നക്ഷത്രമായിട്ടാണ്. എന്നാൽ അവൻ ന്യായം വിധിക്കാനായിട്ടിരിക്കുമ്പോൾ അവൻ നീതി സൂര്യനായിരിക്കും. അന്ന് ദുഷ്ടന്മാർക്ക് അവൻ ചൂള പോലെ കത്തുന്ന ഒരാളായിട്ടാണ് ഒരു ദിവസമാണ് വെളിപ്പെടുത്താൻ പോകുന്നത്. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്നൊരു നീതി സൂര്യനുണ്ട്. ആ നീതി സൂര്യൻ ലോകോപശാന്തിയോടുകൂടെ ഉദിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഈ 2 വശങ്ങളും യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരേപോലെ വെളിപ്പെടുന്നത് നമുക്ക് കാണാം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീർ ആയിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു ഉദയനക്ഷത്രമാണ്. അവൻ നീതി സൂര്യനാണ്. എന്നാൽ ഈ ഉദയനക്ഷത്രവും നീതി സൂര്യനും ശത്രുക്കൾക്ക്
എങ്ങനെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസമായിട്ട്. രണ്ട് തരത്തിലാണ് ഈ കർത്താവിനെ ആളുകൾ അനുഭവിക്കുവാൻ പോകുന്നത്. അപ്പോൾ ആ കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഈ 16-ാം വാക്യത്തിനകത്തുണ്ട് എന്ന് ഓർത്തിരിക്കുക. ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്ത് കാത്തിരിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതം വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നില്ല എങ്കിൽ അവർ കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിതരായിത്തീരും. ഇല്ലേ? കർത്താവിൻ്റെ വരവെങ്കിൽ ചിലർക്ക് ധൈര്യം ഉണ്ടാകും, ചിലർ ലജ്ജിതരായിത്തീരും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 3 വരെ കണ്ടിന്യൂസ് ആയിട്ട്, അധ്യായങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിച്ച് വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്? അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലജ്ജിച്ചു പോകാതെ ധൈര്യമുള്ളവരായി അവൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ നാം വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് യോഹന്നാൻ ലേഖനം വഴി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കൊന്ന് വായിക്കാം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ലജ്ജയല്ല വേണ്ടത്, ധൈര്യം ഉണ്ടാകണം. അതിന് അവനിൽ വസിക്കണം. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. തുടർന്ന് കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ വാക്യങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് നാം അവനിൽ വസിക്കുന്നവരായിരിക്കണം. ഈ പ്രത്യാശ നമ്മളിലുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ജനം വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. 1, അവൻ്റെ വചനം നാം അതേപടി പ്രമാണിക്കണം. അവൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യം മടി കൂടാതെ കൃത്യമായിട്ട് അവൻ്റെ വരവ് വരെയും നാം തുടർന്നു പോകണം. 3, നാം അവൻ്റെ വചനം പ്രമാണിച്ച് എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കണം. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളാണ്. പലപ്പോഴും ഇതിനെല്ലാം തകിടം മറിക്കാനായിട്ട് പല ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ വചനം പ്രമാണിക്കണം, നാം ദൗത്യം കൃത്യമായിട്ട് ചെയ്യണം, അതുപോലെ തന്നെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും വേണം. അവസാനമായിട്ട് 4, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് യോഹന്നാൻ്റെ വെളിപ്പാടിൽ നിന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. വി മസ്റ്റ് കീപ്പ് എക്സ്പെക്റ്റിംഗ് ജീസസ് ക്രൈസ്റ്റ് റിട്ടേൺ. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നതിനുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് നാം എപ്പോഴും അതിനുവേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നോക്കി പാർക്കേണ്ടത്. 22-ാം അധ്യായം പഠിച്ച് അവസാനിപ്പിക്കുന്നതിനായിട്ട് ഇനി നമുക്ക് വായിക്കാനുള്ളത് 17-ാം വാക്യവും 20, 21 വാക്യങ്ങളുമാണ് എന്നറിയാമല്ലോ. 18, 19 വാക്യങ്ങൾ നമ്മൾ നേരത്തെ പരിശോധിച്ചതാണ്. അപ്പോൾ ഇനി 3 വാക്യങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളത്. അതുകൊണ്ട് ആ വാക്യങ്ങൾ വായിക്കാം. 17-ാം വാക്യം, 20, 21 വാക്യങ്ങൾ. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ വാക്യങ്ങളിലാണ് നാം അവൻ്റെ വരവിനായി പ്രത്യാശയോടെ നോക്കി പാർക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വെളിപ്പാടിൻ്റെ ഈ അവസാന അധ്യായത്തിൽ, ഈ അവസാന വാക്യങ്ങളിൽ 3 പ്രാവശ്യം യോഹന്നാൻ എഴുതി ചേർത്ത ഒരു കാര്യം, ഞാൻ വേഗം വരുന്നു. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. ഏതൊക്കെ വാക്യങ്ങളാണ് നോക്കാം. 22-7 നോക്കിയാട്ടെ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 12-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. 20-ാം വാക്യം, ആമേൻ. കർത്താവായ യേശുവേ വരേണമേ, ഞാൻ വേഗം വരുന്നു. അപ്പോൾ 3 വാക്യങ്ങളിൽ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് 7, 12, 20 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതോ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് ഏതാണ്ട് 2000 വർഷങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു.
പക്ഷെ അവൻ്റെ വരവ് ഇതുവരെയും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് അവൻ്റെ വരവ് അവൻ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ എന്താ വരാത്തത്? ഇനി പ്രതീക്ഷിക്കണോ? ഇനി കാത്തിരിക്കണോ? ഇനി പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. അതുകൊണ്ടാണ് പല ആളുകൾക്കും മടുപ്പ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പലരും അലസ ജീവിതത്തിലേക്ക് പോകുന്നു. പിന്നെ കർത്താവ് വരാനൊരു ദിവസം നിശ്ചയിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകളൊരു ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചു. എന്നിട്ട് അന്ന് കർത്താവ് വരും, അതുകൊണ്ട് ഇനി ഞങ്ങൾ ജോലിക്കും പോകുന്നില്ല, ഞങ്ങൾ വസ്തുവകയും കീപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൂടിയിരിക്കുന്ന അബദ്ധം ചെയ്ത കാര്യം വചനവിരുദ്ധം എന്ന് പറഞ്ഞത് ഓർക്കുക. അലസ ജീവിതം നയിച്ച് വചനവിരുദ്ധമായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. അതിൻ്റെ കാരണം കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ഷമയില്ല. വെയിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? കാത്തിരിപ്പ് വളരെ ബുദ്ധിമുട്ടാണ്. അവൻ ഇതുവരെ വന്നില്ല. പക്ഷെ അങ്ങനെ വരാതിരിക്കുന്നതിന് എന്തെങ്കിലും ന്യായം ദൈവത്തിനുണ്ടോ? എന്തുകൊണ്ട് വന്നുകൂടാ? എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വളരെ അടുക്ക നടന്ന പത്രോസാണ് അതിന് നമുക്ക് മറുപടി നൽകുന്നത്, അല്ലേ? ഈ പാപലോകം നശിച്ചു പോകാതെ മാനസാന്തരപ്പെട്ട് എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ മനുഷ്യർക്ക് വീണ്ടും വീണ്ടും അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് നൽകാൻ വേണ്ടിയാണ് അവൻ തൻ്റെ വരവ് താമസിപ്പിക്കുന്നത്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ആ 3-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ പരിഹാസികളായിട്ടുള്ള ആളുകൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അവൻ്റെ പ്രത്യക്ഷത എവിടെ? എന്നാൽ അതിൻ്റെ ഉത്തരം പത്രോസ് വളരെ കൃത്യമായിട്ട് 2 പത്രോസ് 3-9-10 വാക്യങ്ങളിൽ തരുന്നത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരണം. അപ്പോൾ അവിടെ പത്രോസിൻ്റെ ന്യായം പറഞ്ഞത് ശ്രദ്ധിച്ചോ? ചിലർ താമസമെന്ന് വിചാരിക്കുന്നു, അല്ലേ? നമ്മളേത് കൂട്ടത്തിലാണ്? ചിലർ താമസമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. പിന്നെ എന്താ കർത്താവ് ചെയ്യുന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച്, അവൻ ആഗ്രഹിച്ച്, അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഇതിനു മുമ്പും പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, മിന്നൽ പോലെ, ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ, കള്ളൻ വരുന്നത് പോലെ ഒരു ദിവസം, ഒരു പ്രത്യേക സമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടും. അത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല, കർത്താവിൻ്റെ തീരുമാനത്തിൽ മാത്രം ഇരിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പത്രോസ് പറഞ്ഞു? നാം എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ മാത്രമേ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് മണവാട്ടിയാകുന്ന ദൈവസഭയിൽ കൂടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ കർത്താവായ യേശുവേ വരയണമേ, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യാശയുള്ള ദൈവമക്കൾ, എനിക്ക് തോന്നുന്നത് ഈ സുവിശേഷ വിഹിത അല്ലെങ്കിൽ പെന്തക്കോസ്ത് പോലുള്ള സഭാവിഭാഗങ്ങളൊക്കെ എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് പിരിഞ്ഞു പോകുന്നത്? ആമേൻ കർത്താവായ യേശുവേ വരയണമേ. ഇതിപ്പോൾ ഒരു ചടങ്ങ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മണവാട്ടി സഭയ്ക്ക് എന്നും ആഗ്രഹമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് സഭയെ ചേർക്കുവാൻ വേഗം വരണം. അതുകൊണ്ടാണ് ആമേൻ കർത്താവായ യേശുവേ വരയണമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിലപ്പം ആമേൻ കർത്താവായ യേശുവേ വരയണമേ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ആമേൻ കർത്താവായ യേശു വേഗം വരയണമേ എന്ന് കയറി പറയാറുണ്ട്. അപ്പോൾ അത്ര ആകാംക്ഷ ആളുകളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കർത്താവെ വേഗം വരയണമേ എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രത്യാശ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. കാരണം ഒരു മണവാട്ടിക്ക് തൻ്റെ മണവാളനെ കാണാനുള്ള ആഗ്രഹം ഒരിക്കലും കുറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, അത് ഏറി വരിക ചെയ്യുന്നതല്ലേ. ദിവസം കഴിയും തോറും ഒരു പാട്ടപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും എന്ന് പറഞ്ഞതുപോലെ വേറെ ഒന്നിലും എനിക്ക് ആശയില്ല, എനിക്ക് എൻ്റെ കാന്തനെ കണ്ടാൽ മാത്രം മതി. അപ്പോൾ മണവാട്ടിക്ക് എപ്പോഴും മണവാളനെ കാണാനുള്ള ആഗ്രഹം കൂടി വരികയാണ്. അങ്ങനെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? മണവാട്ടി മണവാളനായിട്ട് തന്നെ
ഒരുക്കി കാത്തിരിക്കും. കർത്താവാണെങ്കിൽ എന്തു ചെയ്യും? അവൻ നമുക്കായിട്ട് ഒരു മനോഹര ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മനോഹര ഭവനത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ, ഒരുക്കപ്പെട്ട ഒരു ഭവനത്തിൽ ചെല്ലണമെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഇഫ് യു ആർ ഗോയിങ് ടു എ പ്രിപ്പയർഡ് പ്ലേസ് വി നീഡ് പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് മണവാട്ടി എപ്പോഴും ഒരുങ്ങുകയും കറയും ചുളുക്കവും ഒന്നുമില്ലാതെ തേജസ്സുള്ളൊരു മണവാട്ടി സഭയായിട്ട് നിൽക്കുവാൻ, തേജസ്സുള്ള മണവാളിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് മണവാട്ടി പറയുന്നത്, ആമേൻ കർത്താവായ യേശുവേ വരയണമേ. 20-ാം വാക്യം നോക്കിയാട്ടെ. 20-ാം വാക്യത്തിൽ മണവാട്ടി സഭയുടെ പ്രതികരണമാണ് നാം കാണുന്നത്. ആമേൻ കർത്താവായ യേശുവേ വരയണമേ. അപ്പോൾ കർത്താവ് 20-ാം വാക്യത്തിലുണ്ടായിരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അത് രണ്ടും കൂടെ കാണണം കേട്ടോ. ആദ്യം മുതലെന്ന് വായിച്ച്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഇത് സാക്ഷീകരിക്കുന്നു പറഞ്ഞാൽ ഇത് മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തത് 1-ാം വാക്യത്തിൽ 1:1 വായിച്ചത് ഓർക്കുന്നുണ്ടോ? ദൈവം അവന് കൊടുത്തു, അവൻ ദൂതന് കൊടുത്തു, ദൂതൻ യോഹന്നാന് കൊടുത്തു. യോഹന്നാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് സാക്ഷീകരിച്ച കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ അതിന് ഒരു പ്രതിവാക്യം പോലെ മണവാട്ടി തിരിച്ചു പറയുന്നതാണ്, ആമേൻ കർത്താവായ യേശുവേ വരയണമേ. അപ്പോൾ കർത്താവ് വരാൻ തയ്യാറാണ്. നമ്മളും അവനെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കേണ്ടതാണ്. എന്നാൽ വിശ്വാസികൾ ഈ വെയിറ്റിംഗ് പീരീഡിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 17-ാം വാക്യത്തിൽ. നമ്മൾ 17-ാം വാക്യം എടുത്തില്ലായിരുന്നല്ലോ. 17-ാം വാക്യത്തിൽ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം നമ്മുടെ ചുറ്റും ഇപ്പോൾ പറഞ്ഞതോ കേട്ടോ, അതായത് കർത്താവ് വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? പത്രോസിൻ്റെ ന്യായം കേട്ടായിരുന്നല്ലോ. നമ്മൾ ചിലർ കരുതുന്നത് പോലെ കർത്താവ് വരാനായിട്ട് താമസമൊന്നുമില്ല. പിന്നെന്താ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് ദീർഘക്ഷമ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വെയിറ്റിംഗ് പീരീഡിൽ വിശ്വാസികൾ അല്ലെങ്കിൽ മണവാട്ടി സഭ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പാപികളായ മനുഷ്യരെ ഈ രക്ഷയിലേക്ക് ക്ഷണിക്കണം, സഭയിലേക്ക് ക്ഷണിക്കണം. എന്തിന്? ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവജലം കുടിച്ച് തൃപ്തിയും നിത്യജീവനും ഒക്കെ പ്രാപിക്കുവാനായിട്ട്. 17-ാം വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ ആ വാക്യമാണ് ഗ്രഹിക്കേണ്ടത്. വിശ്വാസികൾ പാപികളായ മനുഷ്യരെ, ചുറ്റുമുള്ള മണവാട്ടി സഭയുടെ അംഗങ്ങളാകാത്ത ആളുകളെ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചിട്ട് പറയുകയാണ്, കം കം അല്ലേ, കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക, ജീവജലം കുടിക്കുക, തൃപ്തി നിത്യജീവൻ പ്രാപിക്കുക. നിങ്ങൾ ഈ ജലം കുടിച്ച്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. എന്നാൽ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്ന ഒരു നിത്യജീവൻ്റെ ജലം തരുവാനായിട്ട് കർത്താവിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് വരിക. അപ്പോൾ തീർച്ചയായിട്ടും സഭ കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ നിറഞ്ഞ പ്രത്യാശയിൽ ജീവിക്കുമ്പോൾ കൂടുതൽ ശുശ്രൂഷ ചെയ്യണം. അതാണ് പ്രത്യാശ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഇല്ലേ? നമുക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിലേക്ക് മറ്റുള്ളവരെയും വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും കൂടുതൽ ശുശ്രൂഷിക്കും, കൂടുതൽ സുവിശേഷം പ്രസംഗിക്കും, അനേകം ആളുകളെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് ഉത്സാഹിക്കും. രക്ഷിക്കുന്നത് കർത്താവാണ്. പക്ഷെ നമ്മളെ ഉപകരണങ്ങളായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നത് കൊണ്ട് അനേകരെ വരിക എന്ന് നാം വിളിച്ചുകൊണ്ടിരിക്കും അല്ലേ? അവർ തീർച്ചയായിട്ടും കടന്നു വരുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കും. അതായത് ഈ ദൈവസഭയുടെ ഉത്തരവാദിത്വം തിരിച്ചറിയുകയാണെങ്കിൽ വരിക എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ സഭയിലേക്ക് വരണം. വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇരിക്കുക എന്നല്ല, പിന്നെന്ത് പറയണം? ഗോ പുറപ്പെട്ടു പോയി അനേകരെ ഇനിയും അല്ലേ, കർത്താവ് തൻ്റെ കൂടെ ശിഷ്യന്മാരെയൊക്കെ ഇരുത്തി എല്ലാവരെയും കം ഫോളോ മീ, എൻ്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു ചേർത്തില്ലേ? വിളിച്ചു ചേർത്തിട്ട് അവസാനം കർത്താവ് എന്ന് പറഞ്ഞു, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ, കം ഗോ. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ലാത്തവരെ എന്ത് ചെയ്യണം? വരിക എന്ന് വിളിക്കണം. എന്നിട്ട് വന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച ആളുകളോട് പിന്നെ പറയേണ്ടത് എന്താണ്? ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. ഇനിയും അറിയാത്ത ആളുകൾ, ഇനിയും സ്ഥലമുണ്ട്. അങ്ങനല്ലേ ഉപമയിൽ പറഞ്ഞത്? ഇനിയും സ്ഥലമുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, പോയി കണ്ടവരെയൊക്കെ അകത്ത് വരുവാനായിട്ട് നിർബന്ധിക്കുക. അപ്പോൾ അങ്ങനെ അനേകരെ അകത്തേക്ക് വിളിക്കുന്നതിനായിട്ട് കർത്താവ് നമുക്ക് പ്രേരണ തരികയാണ്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. നമുക്ക് 17-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ആമേൻ. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ ഈ ബൈബിൾ തന്നെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം ബൈബിൾ തന്നെ അവസാനിക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ബൈബിൾ അവസാനിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും
പറയുന്നു. കേൾക്കുന്നവൻ, ഇത് വായിക്കുന്നവരൊക്കെ മറ്റുള്ളവരോട് എന്തു പറയണം? വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ ഒരു ഇൻവിറ്റേഷനോട് കൂടിയാണ് ഈ പുസ്തകം അവസാനത്തേക്ക് വരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഹൃദയത്തെ കൂടുതൽ വിശുദ്ധിയിലും നിർമ്മലതയിലും കാത്തു സൂക്ഷിക്കുവാനുള്ളൊരു വഴിയും കൂടാണ് ഈ ക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. മനസ്സിലായോ? ഇപ്പം ഞാൻ അനേകരെ ക്ഷണിക്കുന്നു, പക്ഷെ ഞാൻ വിശുദ്ധനായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ ആളുകൾ എന്നെ തന്നെ ചോദ്യം ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ പ്രവർത്തിക്കുന്നതെന്ന് പറയുകയല്ലേ. അപ്പോൾ നമ്മൾ സുവിശേഷ വേലയിൽ വ്യാപരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെ വിളിക്കുകയാണെങ്കിൽ, അത് തന്നെ വചനം അനുസരിക്കുകയാണ്, അത് തന്നെ എൻ്റെ ജീവിതത്തെ വിശുദ്ധമായിട്ട് കീപ്പ് ചെയ്യാനുള്ളൊരു ആക്ച്വൽ വഴിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. പക്ഷെ അതുപോലും തെറ്റായിട്ട് ചെയ്യുന്നവരുണ്ടെന്നും എനിക്കറിയാം. അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നാം വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുകയും നിർമ്മലതയിൽ നിലനിൽക്കുകയും അനേകരെ ഈ കാര്യത്തിലേക്ക് വിളിക്കുകയും ചെയ്യണം. നമുക്ക് മറ്റുള്ളവരോട് എന്താ പറയാനുള്ളത്? മറ്റുള്ളവരെ വിളിക്കുമ്പം എന്താ പറയാനുള്ളത്? വാ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്നല്ല പറയാനുള്ളത്. അവസാനത്തെ വാക്യം 21-ാം വാക്യം നോക്കുകയാണെങ്കിൽ എന്താ 21-ാം വാക്യം? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതൊരു അവസാനത്തെ ഒരു ബെനഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ആശീർവാദം ആയിട്ട് വെച്ചേക്കുകയാണെന്നുള്ളത് ഒരു തരത്തിൽ ശരിയാണ്. എന്നാൽ നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് ദൈവകൃപയെക്കുറിച്ചാണ്, അല്ലേ? നമുക്ക് എന്താ പറയാനുള്ളത്? ദൈവകൃപയെക്കുറിച്ചാണ്. ഇത് കൃപായുഗമാണ്. ദൈവം നിങ്ങൾക്ക് കൃപ കാണിക്കുകയാണ്. ഇനിയും സമയമുണ്ട്, അകത്ത് വരാം. എന്നാൽ ദൈവം വാതിൽ അടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്, നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചതുപോലെ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും അകത്ത് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ, ആ കൃപ നിങ്ങളുടെ അടുക്കിലേക്ക്, എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ കൃപ ആണ് നിങ്ങളെ ഇതിലേക്ക് വിളിക്കുന്നതെന്നുള്ള കാര്യം ദൈവകൃപയാണ് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. കൃപയാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം മനുഷ്യർക്ക് സൗജന്യമായി നൽകുന്ന രക്ഷയെക്കുറിച്ചാണ്, അല്ലേ? ദൈവകൃപ ഉദിച്ചു, നിങ്ങൾ അതിനകത്ത് വിശ്വാസം വെക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃപയാൽ വിശ്വാസം മൂലം രക്ഷ പ്രാപിച്ച് ഈ അഗ്നി നരകത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള ന്യായവിധികളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ള സത്യസുവിശേഷമാണ് ആളുകളോട് നമുക്ക് പങ്കുവെക്കുക. വരിക എന്ന് പറയുമ്പോൾ ഇതാണ് പറയുന്നത്, ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ ചേർക്കുവാൻ, എല്ലാവരും ചേർക്കുവാനായിട്ട് കർത്താവ് വേഗം വരുന്നുണ്ട്. നമുക്ക് ഒരുങ്ങി നിൽക്കാം. അപ്പോൾ വേദപുസ്തകത്തിലെ പ്രവചനം ശരിയായ തരത്തിൽ നാം ഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇതുവരെ സഞ്ചരിക്കുകയായിരുന്നു, അല്ല ഈ ബൈബിൾ സർവേയിൽ വേദപുസ്തകത്തിൽ കൂടി തന്നെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു, അതെല്ലാം ശരിയായിട്ട് ഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം വ്യക്തിപരമായിട്ട് അനുസരിക്കുവാനുള്ളൊരു പ്രചോദനം. ബൈബിൾ സർവേ ക്ലാസ് കേൾക്കുന്ന പല ആളുകളും എന്നെ വിളിച്ച് പറയാറുണ്ട്, അവർക്ക് വ്യക്തിപരമായിട്ട് ഈ വചനത്തോട് വലിയൊരു താല്പര്യമാണുള്ളത്. അത് കൂടുതൽ കേൾക്കും തോറും അത് കൂടുതൽ അനുസരിക്കുവാൻ. ഇപ്പം എന്നെ കേൾക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായിട്ട് ഈ ദൈവവചനം എനിക്ക് അനുസരിക്കണം എന്നുള്ളൊരു പ്രചോദനം. മാത്രമല്ല, ദൈവം മനുഷ്യർക്ക് നൽകുന്ന ക്ഷണം നഷ്ടപ്പെട്ട ആത്മാക്കളുമായിട്ട് പങ്കുവെക്കണം, വചനം പ്രമാണിക്കണമെന്നുള്ള വ്യക്തിപരമായ ആഗ്രഹം, അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ലേ? അതെ, പൗലോസൊക്കെ പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് മിണ്ടാതിരിക്കാനായിട്ട് കഴിയത്തില്ലെന്നാണ് പറയുന്നത്, എന്നെ നിർബന്ധിക്കുന്നു. കാരണം എനിക്ക് ആളുകളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ നശിച്ചു പോകരുത്, വന്ന് രക്ഷ പ്രാപിക്കുക, നിങ്ങളും ഈ പെട്ടകത്തിലേക്ക് കടക്കുക, ഈ ക്രിസ്തുവിലേക്ക് നിങ്ങളും വരിക എന്ന് പറയുവാനായിട്ട് നാം പ്രചോദിതരായിത്തീരും. വചനം പ്രമാണിക്കാനുള്ള പ്രചോദനം, അതുപോലെ തന്നെ ഈ രക്ഷയിലേക്ക് അനേകരെ വിളിക്കുവാനായിട്ടുള്ള പ്രചോദനം. ആ പ്രചോദനം വരുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം വിശുദ്ധമായിട്ട് കാക്കും. മാത്രമല്ല, അവൻ വരുന്നതുവരെയും ഞാൻ വിശ്വസ്തയോടെ ഈ വേല ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് 17-ാം വാക്യത്തിൽ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. നമുക്കൊന്നുകൂടെ വായിക്കാം 17-ാം വാക്യം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അതിനോട് ചേർത്ത് 20-21 വാക്യങ്ങളും കൂടെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്തരം വാക്യങ്ങൾ വായിച്ച് വിശദീകരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനം
അവസാനിക്കുകയാണ്. വെളിപ്പാട് പുസ്തക പഠനം മാത്രമല്ല, നമ്മൾ ബൈബിൾ സർവേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി. ഉൽപ്പത്തി, ബൈബിളിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മുതൽ തുടങ്ങിയതാണ്. ഉൽപ്പത്തിയിൽ കൂടി കടന്ന് നാം ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ആ പഠനം ഇവിടെ അവസാനിക്കുകയാണ് എന്നോർക്കാം. അപ്പോൾ ഈ പഠനം യഥാർത്ഥത്തിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ നയിക്കപ്പെട്ടതും നിങ്ങൾ അങ്ങനെ കേട്ടതുമാണെങ്കിൽ, യോഹന്നാനോട് ചേർന്ന് വേദപുസ്തകത്തിലെ അവസാനത്തെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അതെങ്ങനെയാണ്? ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. കാരണം നമ്മൾ അതിനു വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. വചനം പ്രമാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജീവിത വിശുദ്ധി കാത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വരാനായിട്ട് നോക്കി പാർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. അപ്പോൾ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കുന്ന നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ, ഈ പുതിയ യെരുശലേമിലേക്ക്, പുതിയ ആകാശത്തിലേക്ക്, പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ 4 വെല്ലുവിളികൾ, 4 ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞു. അത് 4 ഞാൻ അല്പം നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു. എന്തൊക്കെയായിരുന്നു? 1, അവൻ്റെ വചനം പ്രമാണിക്കണം. 2, അവൻ ഏൽപ്പിച്ച ദൗത്യം, അവൻ്റെ വേല വിശ്വസ്തയോടെ നാം ചെയ്തുകൊണ്ടിരിക്കണം. 3, നാം വേല ചെയ്തുകൊണ്ട് മാത്രമേ ഇരുന്നാൽ പോരാ, നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധർ ആകാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 4മതായിട്ട് അവൻ്റെ വരവിൻ്റെ പ്രത്യാശയാൽ നിറഞ്ഞ് ഓരോ ദിവസവും നാം ജീവിക്കേണ്ടതാണ്. അവൻ വരുന്നതിനായിട്ടുള്ളൊരു ആകാംക്ഷയോടെ, ആമേൻ, കർത്താവായ യേശുവേ വരയണമേ എന്നുള്ള പ്രാർത്ഥനയോടാണ് നാം നമ്മുടെ ജീവിതം ഓരോ ദിവസവും മുമ്പോട്ട് നയിക്കേണ്ടത്. പ്രാർത്ഥന കഴിയുമ്പോൾ മാത്രം ആമേൻ, കർത്താവായ യേശുവേ വരയണമേ എന്ന് പറയുന്നതല്ല. ഓരോ നിമിഷവും കർത്താവ് വരുന്നതിൻ്റെ പ്രതീക്ഷ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത്. അവൻ വരും എന്നുള്ള വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, വചനം അനുസരിക്കുവാൻ, വേല ചെയ്യുവാൻ, വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കും. യേശു വരും എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല, ഇല്ലേ? കർത്താവ് യേശുക്രിസ്തു, കാരണം കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. ഈ അധ്യായത്തിൽ തന്നെ, 22-ാം അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം അത് പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. ഇതാ ഞാൻ വേഗം വരുന്നു, 7-ാം വാക്യം, 12-ാം വാക്യം, 20-ാം വാക്യം. ഈ 3 വാക്യങ്ങളിലും ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഈ അവസാനത്തെ അധ്യായത്തിൽ തന്നെ, അതിന് മുമ്പ് തന്നെ ഈ പഠനം തുടങ്ങിയപ്പോൾ പല പ്രാവശ്യം കർത്താവ് ഇത് പറഞ്ഞത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അവൻ വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ വരവിനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ഉണർന്നിരിക്കുന്നുവോ? അവൻ്റെ വരവിനായിട്ട് ഉണർവോടെ, ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരാണോ നാം? ഒരുങ്ങിയിരിക്കുക, അനേകരെ ഒരുക്കുക. നാം തന്നെ ഒരുങ്ങണം, നാം മറ്റനേകരെ ഒരുക്കണം. നാം കാത്തിരിക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ആമേൻ, കർത്താവായ യേശുവേ വേഗം വരയണമേ. അവൻ്റെ വരവിനായി പ്രത്യാശയോടെ നോക്കിയിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം പഠിക്കുവാനും കർത്താവേ, ഈ വേദപുസ്തകം തന്നെ ആദ്യോടെ അന്തം പഠിക്കുവാനും നീ ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കുകയാണ്. നിൻ്റെ വചനം കർത്താവെ വായിക്കുവാൻ മാത്രമുള്ളതല്ല, അതിലെല്ലാ കർത്താവ് കാര്യങ്ങളും പ്രമാണിക്കുന്നവരായിരിക്കാൻ, അനുസരണമുള്ള മക്കളായി ഞങ്ങളുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, നിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുന്നവരായിട്ടിരിക്കാനും, നിൻ്റെ വരവിനായിട്ട് പ്രത്യാശയോടെ നോക്കി പാർക്കുന്നവരായിരിക്കാനും തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പഠനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരെയും അവിടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് ആമേൻ, കർത്താവായ യേശുവേ വേഗം വരയണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, ആ പ്രതീക്ഷ നിറഞ്ഞ, പ്രത്യാശ നിറഞ്ഞ ഹൃദയങ്ങളെ തന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുമ്പോൾ ഞങ്ങൾക്കും കർത്താവ് അനേകരോട് വരിക എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ അടുക്കൽ വന്ന് ജീവജലം കുടിച്ച് തൃപ്തി പ്രാപിച്ച് ഈ പുതിയ യെരുശലേമിൽ അംഗങ്ങളായി തീരുവാൻ തക്കവണ്ണം ഈ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ. ഈ ക്ലാസ്സിൽ നമ്മളുടെ വെളിപ്പാട് പുസ്തക പഠനം അവസാനിച്ചു, ബൈബിൾ സർവേ അവസാനിച്ചു എന്ന് പറയാം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പുനർവിചിന്തനം 1-2 ക്ലാസ്സുകളിലായിട്ട് തുടർന്നുണ്ടാകും. അതിനുശേഷം ബൈബിൾ തന്നെ മൊത്തത്തിൽ പുനർവിചിന്തനം ചെയ്യുന്ന ചില ക്ലാസ്സുകളും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്ലാസ് തീർന്നിട്ടില്ല, ഇനി 1-2 ക്ലാസ്സുകളും കൂടി ഉണ്ട്. അതിലും പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.
ശുദ്ധ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമാ ഉള്ള 12 ഗോപുരമേ, മുത്തിനാൽ നിർമ്മിതമായി ഉള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും വീടേ, തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. കഷ്ടതയില്ല നാടേ, ദൈവഭക്തരിൻ വിശ്രമമേ, പുകൾ പെരുകും പുത്തനേരുശലേമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിടുമോ. ശുദ്ധവും ശുഭ്രവുമാ ഉള്ള ജീവജല നദിയിൽ ഇരുകരയും ജീവവൃക്ഷ ഫലങ്ങൾ, പരിലസിക്കും ദൈവത്തിൻ ഉദ്യാനമേ. കർത്തൃസിംഹാസനത്തിൻ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നങ്ങു പാടിയിടുവാൻ ഇരുമോദം പാരം വളരുന്നഹോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നി